വെള്ളിത്തിരയിലെ ജനപ്രിയ നായകൻ മുതൽ ഒടുവിൽ കൊച്ചിയിലെ സാക്ഷിക്കൂട് വരെ ദിലീപ് എന്ന നടൻ്റെ പേര് ഇന്ന് മലയാളികൾക്ക് കേവലം ഒരു നടൻ്റേതല്ല, മറിച്ച് വർഷങ്ങൾ നീണ്ട ഒരു റിയൽ ജീവിത സസ്പെൻസ് ത്രില്ലറിലെ നായകൻ്റേതാണ്. ഒരു നടി ആക്രമിക്കപ്പെട്ട കേസ് വിധിയിലെത്തി നിൽക്കുമ്പോഴും കേരളം ചർച്ച ചെയ്യുന്നത് മഞ്ജു വാര്യർ അന്ന് കണ്ടെത്തിയ ആ ഫോൺ സന്ദേശങ്ങളെക്കുറിച്ചാണ്. ശരിക്കും ദിലീപ് തൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ ഒളിപ്പിക്കാൻ സാങ്കേതിക വിദ്യയെ എങ്ങനെയാണ് ഉപയോഗിച്ചത്? കാവ്യ മാധവൻ എന്ന പേര് മാറ്റാൻ ദിലീപ് കണ്ടെത്തിയ ആ വഴികളും കള്ളപ്പേരുകളും ഏതൊക്കെയായിരുന്നു? ഈ കഥയുടെ തുടക്കം 2012 മഞ്ജു വാര്യരുമായുള്ള വിവാഹബന്ധം നിലനിൽക്കെ തന്നെ ദിലീപിന് കാവ്യയുമായി ഉണ്ടായിരുന്ന ബന്ധം മലയാള സിനിമാ ലോകത്തെ ഒരു പരസ്യമായ രഹസ്യമായിരുന്നു. ഒരിക്കൽ യാദൃച്ഛികമായി ദിലീപ് വീട്ടിൽ മറന്നുവച്ച തൻ്റെ പഴയ ഫോണിലെ മെസ്സേജുകൾ മഞ്ജു വാര്യർ കാണാനിടയാകുന്നു. അവിടുന്ന് തുടങ്ങുന്നു മലയാള സിനിമയെ മാറ്റിമറിച്ച ആ വലിയ വിവാദം. പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ പ്രകാരം കാവ്യ മാധവൻ്റെ നമ്പർ ദിലീപ് വളരെ സൂത്രത്തിൽ തൻ്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നത് വ്യത്യസ്തമായ പേരുകളിലായിരുന്നു. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ എന്നിങ്ങനെ കാവ്യയെ ദിലീപ് സംരക്ഷിച്ചു നിർത്തിയത് വിവിധമായ പേരുകളിലൂടെയാണ്. ഇതിന് പുറമെ തൻ്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ ദിൽക എന്ന പേരിലും ഈ നമ്പർ ഉണ്ടായിരുന്നു അത്രേ. തൻ്റെ ഭാര്യയിൽ നിന്നും ലോകത്തിൻ്റെ മുന്നിൽ നിന്നും ഈ ബന്ധം മറച്ചു പിടിക്കാനുള്ള ദിലീപിൻ്റെ ബുദ്ധിപരമായ നീക്കമായിരുന്നു ഇത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഇതിലും രസകരമായ ഒരു വശം, മഞ്ജു വാര്യർക്ക് ഈ കാര്യത്തിൽ സംശയം തോന്നിയപ്പോൾ അവരാദ്യം പോയത് അതിജീവിതയായ നടിയുടെ അടുത്തേക്കായിരുന്നു. സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പമായിരുന്നു ആ സന്ദർശനം. താൻ കണ്ട മെസ്സേജുകൾ സത്യമാണെന്ന് സുഹൃത്തുക്കൾ ഉറപ്പിച്ചതോടെ മഞ്ജുവും ദിലീപും തമ്മിലുള്ള ബന്ധം വഷളാകുകയായിരുന്നു. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് കാരണമായി പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നതും ഈ വ്യക്തിപരമായ വൈരാഗ്യത്തെ തന്നെയാണ്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ 2025 ഡിസംബറിൽ വിചാരണ കോടതി വിധി പ്രസ്താവിച്ചു. മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. എന്നാൽ ആ വിധി പുറത്തു വന്നിട്ടും കേരളം ഇന്നും അടങ്ങിയിട്ടില്ല. അവൾക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധങ്ങൾ ആളിപ്പടരുക തന്നെയാണ്. കോടതി വിധി അനുകൂലമായെങ്കിലും ആ ഫോൺ ലിസ്റ്റിലെ കള്ളപ്പേരുകൾ ഇന്നും സിനിമാ ലോകത്തെ ഏറ്റവും വലിയ ചൂടുള്ള വാർത്തയായി തന്നെ തുടരുന്നു. ദിലീപിൻ്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ഒരു സിനിമ പോലെയാണ്. ട്വിസ്റ്റുകളും സസ്പെൻസുകളും നിറഞ്ഞ ത്രില്ലറായ ഒന്ന്. ഇനിയിപ്പോൾ ഈ കേസിൽ വിധി വന്നാലും ജനങ്ങളുടെ മനസ്സിലെ സംശയങ്ങളും ചോദ്യങ്ങളും അത്ര പെട്ടെന്നൊന്നും മായുന്നതല്ല. ഇനി എന്തെല്ലാം വരാനിരിക്കുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതേ.